ഇനി വളരെ പോസിറ്റീവായ ഒരു വാർത്തയിലേക്കാണ്. രാജസ്ഥാനിലെ ചേറുപുരണ്ട ചേരികളിൽ ഭിക്ഷാടനം നടത്തി ജീവിക്കുന്ന ആയിരക്കണക്കിന് കുട്ടികളെ പുതിയ ജീവിതത്തിലേക്ക്, അക്ഷര വെളിച്ചത്തിലേക്ക് കൈപിടിച്ച് നടത്തിയ ഒരു മലയാളി അധ്യാപകരെ പരിചയപ്പെടുത്തുകയാണ്. കോഴിക്കോട് കൂരാച്ചുണ്ട് സ്വദേശിയായ ഡോക്ടർ സുനിൽ ജോസ് ഇന്ന് അജ്മീർക്കാരുടെ മറ്റൊരു മദർ തെരേസയാണ്. നിങ്ങൾ കാണുന്ന ഈ ബസ് ഒരു സാധാരണ ബസ്സല്ല. ഇത് അജ്മീരിലെ ചേരികളിൽ വിദ്യാഭ്യാസത്തിനായിട്ട് പോകുന്ന ബസ്സാണ്. ഇതൊരു ക്ലാസ് റൂമാണ്. ഇതിൻ്റെ പേരാണ് എഡ്യൂക്കേഷൻ ഓൺ വീൽസ്. ഞാൻ സുനിൽ ജോസ്, ഡോക്ടർ സുനിൽ ജോസ്, കോഴിക്കോട് കൂരാച്ചുണ്ട് സ്വദേശിയാണ്. 30 കൊല്ലമായിട്ട് അധ്യാപനം ചെയ്യുന്നു. അജ്മീരിലെ ചേരി പ്രദേശങ്ങളിൽ ഒരു ഉടുപ്പ് പോലും ഇല്ലാതെ, ഒരു കാലിൽ ഒരു ചെരുപ്പ് പോലും ഇടാനില്ലാത്ത പിള്ളേർ എങ്ങനെ പഠിപ്പിക്കാമെന്നുള്ള ഒരു പരീക്ഷണത്തിന് ഞാനൊരു 15 കൊല്ലം മുമ്പ് ഇറങ്ങി. ഇവരിൽ എങ്ങനെ ഒരു പഠനത്തിൻ്റെ ഭാവന അവരുടെ മനസ്സിലുണ്ടാക്കും എന്ന് ഞാൻ വിചാരിച്ച് വളരെ വിഷമിച്ച് ഒരു സെക്കൻഡ് ഹാൻഡ് ബസ്, ഒരു 15 കൊല്ലം പഴക്കമുള്ള ഒരു സെക്കൻഡ് ഹാൻഡ് ബസ് വാങ്ങി അതിൻ്റെ സീറ്റെല്ലാം മാറ്റി ഈ പിള്ളേർക്ക് ഭക്ഷണമായിട്ട് 2 ടീച്ചർമാരും പോയി കോളനികളിലെത്തി. അങ്ങനെ കോളനികളിൽ 2 മണിക്കൂർ വെച്ച് പഠിപ്പിച്ച് 30 പിള്ളേരുടെ ബാച്ചുകൾ പഠിപ്പിച്ച് അവർക്ക് ഭക്ഷണം കൊടുത്ത് പഠിപ്പിച്ച് ആ ചേരി പ്രദേശത്തെ ഒരു ചേരിയിലെ ഒരാളായി ഞാൻ മാറി. അടുത്ത സ്റ്റെപ്പായിട്ട് എനിക്ക് വേണ്ടത് ഡോക്യുമെൻറ്റേഷൻ ആയിരുന്നു. ഈ ഡോക്യുമെൻറ്റേഷനിൽ ആധാർ കാർഡില്ല, അവരുടെ അച്ഛനും അമ്മയ്ക്കും ആധാർ കാർഡില്ല, ഡേറ്റ് ഓഫ് ബർത്ത് സർട്ടിഫിക്കറ്റ് ഇല്ല, റെസിഡൻസ് പ്രൂഫ് ഇല്ല. വളരെ വിഷമിച്ച് ഞാൻ ഈ പിള്ളേർക്ക് 135 പിള്ളേർക്ക് ആദ്യ പടിയിലും ആധാർ കാർഡ് ഉണ്ടാക്കി അവരെ ഗവൺമെൻറ് സ്കൂളിൽ അയച്ചു. ഇന്ന് നമ്മുടെ സ്ഥാപനത്തിൻ്റെ പേരാണ് ഉഡാൻ. ഉഡാൻ എന്ന് പറഞ്ഞാൽ ജീവിതത്തിൻ്റെ ടേക്ക് ഓഫ്. ഒന്നുമില്ലായ്മയിൽ നിന്ന് ഒന്നും നഷ്ടപ്പെടാനില്ലാത്ത കുട്ടികളിൽ അവരുടെ വിദ്യാഭ്യാസത്തിൽ ജീവിതത്തിൻ്റെ ടേക്ക് ഓഫിനായിട്ട് ഞാനൊരു സംഘടന ഉണ്ടാക്കി. ഉഡാൻ ഒരു സംരംഭമാണത്. ഇതിലൂടെ ഞാൻ ഇന്ന് 534 പിള്ളേരെ പഠിപ്പിക്കുന്നു. ഏറ്റവും സന്തോഷകരമായ വാർത്ത, ഇപ്രാവശ്യം ഈ നീറ്റ് എക്സാം ഒരു 4 ദിവസം മുമ്പ് വന്ന നീറ്റിൽ ഞങ്ങളുടെ കൊച്ച് മേഘന ബേർവ എന്ന കുട്ടി അവർ 602 മാർക്ക് വാങ്ങി. അവർ SC കാറ്റഗറിയിൽ ഞങ്ങളുടെ അജ്മീർ JLN മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ വാങ്ങും. രാജസ്ഥാനിൽ ജോയിൻ ചെയ്ത സമയത്ത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ലക്ഷ്യം അജ്മീരിൽ നിന്ന് റിട്ടയർ ചെയ്തതിന് ശേഷം കോഴിക്കോട് വന്ന് സെറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു. എന്നാൽ ഇപ്പം ഞാൻ കോഴിക്കോട് വന്ന് സെറ്റ് ചെയ്താൽ 534 പിള്ളേർ ഭിക്ഷയാടനം നിർത്തി ഒരു എഡ്യൂക്കേഷൻ ലൈനിലേക്ക് വന്ന നല്ല കാഴ്ച കണ്ടതോടുകൂടി ഞാനിത് വിചാരിച്ചു, ഇനി ഞാൻ റിട്ടയർ ചെയ്താലും വരില്ല. എൻ്റെ അവസാന ശ്വാസം വരെ ഒരു കൊല്ലം എൻ്റെ ആഗ്രഹം 1000 പിള്ളേരെയെങ്കിലും ഭിക്ഷാടനം നിർത്തി അവർക്ക് ഒരു സാധാരണ മനുഷ്യരുടെ ജീവിതം നൽകുക എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. സുനിൽ മാഷെ പോലെയുള്ള ആളുകളെയാണ് നമുക്ക് നമ്മുടെ നാടിന് വേണ്ടത്. തെരുവിൽ നിന്നുള്ള ഒരുപാട് കുട്ടികൾക്ക് അക്ഷര വെളിച്ചം നൽകിയ സുനിൽ മാഷ്ക്ക് അഭിനന്ദനങ്ങൾ.